തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിന്റെ പാരവയ്ക്കുന്ന CPM നയം അപഹാസ്യമാണെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര എന്നിവർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിനെതിരെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നതിന് പകരം തൊഴിലാളികളെ സഹായിക്കുന്ന നിലപാട് CPM സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭ്യമാവുന്ന ആനുകൂല്യങ്ങൾക്ക് പാരവയ്ക്കുന്ന CPM നയം അപഹാസ്യവും തൊഴിലാളികളെ വഞ്ചിക്കലുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര എന്നിവർ പറഞ്ഞു. നാമമാത്രമായ വേതനം ലഭിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സഹായകരമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബജറ്റിൽ വേതനം 500 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പഞ്ചായത്തിന് ലഭിക്കുന്ന വിവിധ ഗ്രാൻറ്റുകളും പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടുമാണ് ഇതിനായി ഉപയോഗപ്പെടുത്താൻ വിചാരിക്കുന്നത്. അടുത്ത ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്ത് അനുമതിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കത്തയക്കുകയും തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇത്തിരിയെങ്കിലും സ്നേഹം CPMനുണ്ടെങ്കിൽ അനുമതിക്കായി സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യേണ്ടത്. മാതൃകാപരമായ കാരശ്ശേരി മോഡൽ പദ്ധതി സംസ്ഥാന ദേശീയ തലത്തിൽ ചർച്ചയാവുകയും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകുകയും ചെയ്തതിൽ വിളറിപ്പൂണ്ട CPM നേതൃത്വം ഗ്രാമപഞ്ചായത്തിനെതിരെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നതിന് പകരം തൊഴിലാളികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. ബജറ്റ് കത്തിച്ചത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാണുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ജനകീയ ബജറ്റായിട്ടാണ് ഈ പ്രാവശ്യം 2025-26 നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏകദേശം 800ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കും, 500 രൂപയാക്കുമെന്നാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടുന്നതനുസരിച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത്, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ വെച്ചുകൊണ്ട് ആ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അനുമതി ലഭ്യമാക്കുന്ന മുറക്ക് നമ്മളത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. CPM നേതൃത്വം നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പാവപ്പെട്ട CITU തൊഴിലാളികൾ പോലും വിശ്വസിക്കില്ലെന്നും അവർ പറഞ്ഞു. തൃക്കുടമണ്ണ തൂക്കുപാലത്തിന് ബജറ്റിൽ തുക വകയിരുത്തിയത് സർക്കാർ പ്രഖ്യാപനം കാണാതെയല്ല. എന്നാൽ മുക്കം പാലത്തിനുൾപ്പെടെ സംസ്ഥാന ബജറ്റിൽ വർഷങ്ങളായി തുക വകയിരുത്തിയ പ്രഖ്യാപനമല്ലാതെ പ്രവർത്തനങ്ങളൊന്നും നടക്കാറില്ല. ഈ സാഹചര്യത്തിൽ തൂക്കുപാലത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമാവില്ലെന്നും പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനാണ് ഭരണസമിതി മുൻഗണന നൽകുന്നതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. തൃക്കടമണ്ണ തൂക്കുപാലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് 30 ലക്ഷം രൂപയാണ് നമ്മളെ ബജറ്റിൽ നമ്മൾ വകയിരുത്തുള്ളത്. അതായത് MG ഫണ്ടുകൾ, റോഡ് റിപ്പയർ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ തവണ അതിന് വേണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി, മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൃക്കടമണ്ണ തൂക്കുപാലത്തിന് ഫണ്ട് കണ്ടിട്ടത്. 2 കോടി സംസ്ഥാന ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് എന്നറിയാം. അത് നമ്മൾ സ്വാഗതം ചെയ്യണം, അത് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷെ അത് നേരം വൈകുകയാണെങ്കിൽ, ആ 2 കോടി രൂപ വരുന്ന പാലം നേരം വൈകുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെയുള്ള വിശ്വാസികളും ആ പ്രദേശത്തുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, മുക്കം.